വികസന സെമിനാർ നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തിയ വികസന സെമിനാറിന്റെ ഉദ്ഘാടനം MLA UR പ്രദീപ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KP അനിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് P പ്രശാന്തി അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PA ബാബു പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി OS, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക രാജേന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ടീച്ചർ, മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഫ്രെഡ് സോജൻ നന്ദി പറഞ്ഞു. കൃഷിക്കും പാർപ്പിട മേഖലയ്ക്കും വയോജന ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി പറഞ്ഞു. 2026-27 വർഷത്തെ സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. ഈ പുതിയ ഭരണസമിതിയുടെ ആദ്യത്തെ വാർഷിക പദ്ധതിയും കൂടിയാണ് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി ഏറ്റെടുക്കാൻ പോകുന്നത്. നമുക്കറിയാം, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എന്നും വികസനത്തിൻ്റെ പാതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തന്നെയാണ്. തുടർന്നും ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മാറാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആസൂത്രണ സമിതി യോഗവും അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും ഗ്രാമസഭയും എല്ലാം ചേർന്ന നിർദ്ദേശങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്ന് കരട് പദ്ധതി രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനിയും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം നമുക്ക് അന്തിമ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്കതിൻ്റെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ പദ്ധതിക്ക് നമുക്ക് അതിൻ്റെ അനുമതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പീഡായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മൾ ഏറ്റെടുത്തത്. അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. ഏറ്റവും കൂടുതൽ നമ്മൾ പാർപ്പിട മേഖലയ്ക്കാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഊന്നൽ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പാവപ്പെട്ടവൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം തന്നെയാണ് നമുക്ക് സ്വന്തമായി തലചായ്ക്കാനൊരു വീട് എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ തുക ആ ഒരു മേഖലയ്ക്ക്, പാർപ്പിട മേഖലയ്ക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് ഉൽപാദന മേഖലയായിട്ടുള്ള കൃഷിക്കും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരുണ്ട്. അവർക്ക് നമുക്കിന്ന് അറിയാം, പാലിനൊക്കെ നല്ല വിലയുണ്ടെങ്കിൽ പോലും ഇന്ന് പശുവിനെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നല്ല ചിലവ്, കാലിത്തീറ്റയാണെങ്കിലും മറ്റ് തീറ്റപ്പുല്ലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ വലിയ ചിലവേറിയ ഒരു അന്തരീക്ഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് അവരെ എങ്ങനെയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുക എന്നുള്ളതും കൂടി നമ്മൾ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാലിത്തീറ്റ സബ്സിഡി എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ നല്ലൊരു തുകയാണ് ക്ഷീര കർഷകർക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. കൂടാതെ പുതിയൊരു മേഖലയെ കൂടി നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഗ്രൂപ്പായിട്ട് സബ്സിഡി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ഒരു പദ്ധതി കൂടി നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിലൂടെയൊക്കെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. കർഷകർ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന്റെ നട്ടെല്ല്. ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സാമ്പത്തിക മേഖലയിലും നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതിനോടൊപ്പം തന്നെ നമുക്ക് അറിയാം, ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് റോഡ്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ. അപ്പം അതിന് വേണ്ടിയിട്ടും നമ്മൾ നല്ലൊരു തുക നീക്കി വെച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന് സ്വന്തമായി ആസ്തികളൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. ഗ്രാമപഞ്ചായത്തുകൾ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അടിത്തറ. ഗ്രാമപഞ്ചായത്തുകളുടെ റോഡുകളിലും മറ്റും തന്നെയാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക. എന്നിരുന്നാൽ പോലും നമ്മൾ അതിനുവേണ്ടി നല്ലൊരു തുക നീക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്കറിയാം, വൃദ്ധർക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കുമൊക്കെ നമ്മൾ പ്രത്യേക പരിഗണന ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വാർഷിക പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ മേഖലകളിലേക്കും നല്ലൊരു നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഈ യോഗത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ
പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കരട് നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാം ഇവിടെ ഒത്തുകൂടിയത്. കേരളം മാതൃകാപരമായ മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ രംഗത്ത് നടത്തി അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രാദേശിക സർക്കാരുകളുടെ അതിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി താഴെത്തട്ടിൽ നിന്ന് ഗ്രാമസഭ വഴി എടുക്കുകയും ശേഷം വിവിധ ഭക്തി ഗ്രൂപ്പുകളുടെ നിർദ്ദേശം അനുസരിച്ച് ചർച്ചയും എല്ലാമായി ശക്തമായ നിലയിൽ ജനാധിപത്യത്തെ കൃത്യമായി പാലിച്ചുകൊണ്ട് ചെയ്യുന്നു എന്ന് കഴിഞ്ഞ ദിവസത്തെ വിവിധ സർവേകളിനെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേരളത്തിലെ രാജ്യത്തെ ഒന്നാം സംസ്ഥാനമായി കേരളം നിൽക്കുന്നു. ഇത് സർക്കാരിന്റെ മാത്രം നേട്ടമല്ല, ജനകീയമായി ഇത്തരത്തിലുള്ള പിന്തുണകൾ അതാത് പ്രദേശത്തെ ഗ്രാമത്തെ സംബന്ധിച്ചുള്ള പഠനവും എല്ലാം നടത്തി ഇത്തരം വേദികളിൽ ഇത് കൈമാറി കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ശേഷിക്കനുസരിച്ച്, പണത്തിൻ്റെ ശേഷിക്കനുസരിച്ച് നിർബന്ധമായി നീക്കിവെക്കേണ്ട മേഖലകളെല്ലാം നീക്കിവെച്ച ശേഷം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തന പരിധിക്കകത്ത് വരുന്ന പ്രദേശങ്ങളിൽ ഇതുപോലെ പദ്ധതികളും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ആ കാര്യത്തിൽ കൃത്യമായും സുതാര്യമായും ചെയ്യുന്നു എന്നതാണ് ഞാൻ പറഞ്ഞ പോലെയുള്ള ഏജൻസികൾ കണ്ടെത്തി